കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട കർത്തദാസനും കുടുംബത്തിനും ഇവിടെ സന്നിധിയിലായിരിക്കുന്നതായ പ്രിയ ബാബുജി പാസ്റ്റർക്കും മറ്റുള്ള എല്ലാ സഭയിൽ നടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നായൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ കൂടെയും വിലയേറിയ ആലോചന കേൾക്കുവാൻ ഞാനും ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിലെ ആയിരിക്കുന്നു. അതിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്നതായ ഒരു ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നു. അതിന് നിദാനമായി നമ്മുടെ കർത്താവാണ് കൂടുതൽ പ്രാർത്ഥിച്ചതായി കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായി കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പ്രാർത്ഥിച്ചതായി കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നു. താൻ സ്നാനപ്പെട്ട് കയറി ഉടനെ പ്രാർത്ഥിച്ചതായി കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് ഏറ്റവും അതിൻ്റെ കൂടുതൽ സമയവും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് നിദാനമായി പ്രാർത്ഥിച്ച പല വിഷയങ്ങൾ, കർത്താവ് പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്, ദൈവഹിതത്തിനായി പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. അപ്പോൾ ദൈവഹിതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് കൂടുതൽ ഉദ്ദേശിക്കുന്ന. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചതായി കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളോട് ബന്ധത്തിൽ അല്പസമയം ദൈവത്തിൽ സംസാരിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. എബ്രായ ലേഖനം 5-ാം അധ്യായം 5-ന്റെ 7-ാം വാക്യം എന്ന് വായിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? എബ്രായ ലേഖനം 5-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമായിട്ടാണ് ബഹുഭൂരിപക്ഷ വേദപണ്ഡിതരുമായി അഭിപ്രായപ്പെടുന്നത്. അതിലേക്ക് ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്. അപ്പോൾ ഈ ലോകത്തിൽ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാവുന്ന കാര്യമാണ്, അഭിഷിക്തൻ എന്നാണ്. അപ്പോൾ അഭിഷിക്തൻ എന്ന് പറഞ്ഞ അധികാരത്തോടുകൂടെ ദൈവത്തിൻ്റെ ഹിതത്തിനായി അഭിഷേകം പ്രാപിച്ച് കടന്നു വന്നതായ വ്യക്തി എന്നാണ് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ക്രിസ്തു ഇവിടെ വായിക്കുക, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതത്തിൽ ഈ ലോക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഗെത്സമന തോട്ടത്തിൽ അവൻ നിലവിളിച്ചതായി കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാനുഷികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പുറമേ നിലവിളിച്ചതായി നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്താണ്? ശക്തമായിട്ട് കർത്താവ് പ്രാർത്ഥിച്ചതായിട്ടാണ് അവിടെ കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ നിന്ന് ശക്തമായ നിലവിളി ഉയർന്നതായി നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് പുറമേ ഉള്ള ഒരു നിലവിളി ചിലപ്പോൾ ശബ്ദം വന്നില്ലെങ്കിലും ശക്തമായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ വിഷയങ്ങൾക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നത് എന്താണ് കാണുവാൻ സാധിക്കുന്നത്? സ്തോത്രം. അങ്ങനെ അപ്പോൾ എന്താണ് പറയുന്നത്? തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട്, പ്രൈസ് ദി ലോർഡ്. മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഗെത്സമന തോട്ടത്തിൽ അവൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മരണമെന്നുള്ളത്
നമ്മുടെ ജീവിതത്തിൽ, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ മരണത്തിൻ്റെ മുൻപിൽ നമ്മൾ വേണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കാൻ തയ്യാറാണ്. നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുവാനോ അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകാനോ ഒക്കെ നമ്മൾ തയ്യാറാകും. എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ജീവൻ അത് ആവശ്യമാണ്. അത് മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യുന്നതായി കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ആ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ യാതൊരു വിധമായ മാർഗവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ കർത്താവ് ശക്തമായിട്ട് ഇവിടെ എന്ത് ചെയ്തതായി നമുക്ക് കാണപ്പെടുവാൻ സാധിക്കുന്നുണ്ട്. ശക്തമായി നിലവിളിച്ചതായി നമുക്ക് കാണപ്പെടുവാൻ സാധിക്കും. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, കണ്ണീരോടെ അപേക്ഷിക്കുകയും സ്തോത്രം കണ്ണീരോടെ അപേക്ഷിച്ച് അത് കണ്ണീരോടെ അല്ലെങ്കിൽ കണ്ണീര് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അടുത്തത് എന്താണ്? അപേക്ഷയുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നമുക്ക് അതിനുശേഷം അഭിയാചന കഴിക്കുകയും സ്തോത്രം ചെയ്തതായി കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇങ്ങനെയുള്ളതായ സ്തോത്രം 4 കാര്യങ്ങൾ അവിടെ കർത്താവ് ചെയ്യുന്നതായി നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് സാധിക്കുന്ന എന്താണ്? അടുത്തത് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പ്രകാരം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അതിനെ ഹല്ലേലൂയ അതിൻ്റെതായ വേദഭാഗങ്ങൾ ഒന്നെടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൻ്റെ 42-ാം വാക്യം ഈ പാനം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണപ്പെടുവാൻ, അതാണ് ഞാൻ പറഞ്ഞ ആദ്യം മുഖേരയായി പറഞ്ഞത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി കർത്താവ് പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് കൈക്കൊള്ളുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്തോത്രം. പല പ്രാർത്ഥനയ്ക്കും നമുക്ക് ചിലപ്പോൾ മറുപടി തരാത്തത് എന്തെന്ന് ചോദിച്ചാൽ ദൈവഹിതമല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ ദൈവഹിതം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഏത് വിഷയമായിക്കൊള്ളട്ടെ, സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം മാതാവിൻ്റെ വിടുതലായിക്കൊള്ളട്ടെ, മക്കളുടെ ഹല്ലേലൂയ സ്തോത്രം ഭാവി ആയിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, എന്തായിക്കാം, ഭാവി വേണ്ടെന്നല്ല, ജോലി വേണ്ട എന്നുള്ളതല്ല. ഹല്ലേലൂയ അത് ദൈവഹിതപ്രകാരമുള്ള ജോലിയാണോ, ദൈവഹിതപ്രകാരമുള്ള വിവാഹമാണോ, ഹല്ലേലൂയ സ്തോത്രം എന്നുള്ളതൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കണം. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഇതാ സ്തോത്രം ഹല്ലേലൂയ തന്നെ മനുഷ്യൻ്റെതായ സ്തോത്രം പാപത്തിൻ്റെതായ സ്തോത്രം കഠോരമായ അവസ്ഥകൾ താൻ തൻ്റെ മനുഷ്യത്വത്തിൽ ഏറ്റെടുക്കുമ്പോൾ, ആ ഗതസമനത്തോട്ടത്തിൽ ഏറ്റെടുക്കുമ്പോൾ തനിക്ക് അവിടെ വെച്ച് തനിക്ക് മരണം സംഭവിക്കുമെന്ന് കർത്താവ് ചിന്തിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അല്ലാതെ ക്രൂശിൽ താൻ മരിക്കേണ്ട എന്നുള്ളതല്ല. സ്തോത്രം. പിന്നെയോ സ്തോത്രം ആ ഗതസമന തോട്ടത്തിൽ വെച്ച് തൻ്റെ മരണം സംഭവിക്കുവാൻ സാധ്യതയുണ്ടായി എന്നുള്ളതായ ഒരവസ്ഥയിലേക്ക് കർത്താവ് കടന്നു വന്നു. കാരണം മുഴു ലോകത്തിൻ്റെയും പാപത്തിൻ്റെതായ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏൽക്കുകയായിരുന്നു. സ്തോത്രം. അങ്ങനെ വേദന അനുഭവിക്കുന്നതായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ തൻ്റെ മനുഷ്യത്വത്തിൽ താൻ പ്രാർത്ഥിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവമക്കളെ പറഞ്ഞത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, പ്രൈസ് ദി ലോർഡ്, നിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. സ്തോത്രം. അപ്പോൾ സ്തോത്രം ഹല്ലേലൂയ വിഷയത്തിൻ്റെതായ ഗൗരവത്തിൻ്റെതായ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ആ വിഷയം അങ്ങനെ മരണം സംഭവിക്കണമെന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കണമെന്നുള്ളതല്ല. ഏത് പ്രതിസന്ധികളും ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലോ ദൈവഹിതത്തിനായി ഹല്ലേലൂയ സ്തോത്രം
നാം പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ സമയം ദൈവഹിതത്തിനായി നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയായിരിക്കുന്നുവെന്ന് നമുക്ക് പിന്നെ ചിന്തിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 44 വാക്യം വായിക്കുമ്പോൾ പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. സ്തോത്രം. ഇവിടെ വായിക്കുന്നത് എന്താണ്? അവൻ പ്രാണവേദനയിലായി. പ്രൈസ് ദി ലോർഡ്. അതിശ്രദ്ധയോടെ അവൻ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുവാൻ, മകൻ്റെ ജോലിയുടെ കാര്യം, അവൻ്റെ ഭാവിയുടെ കാര്യം, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സൂക്ഷിക്കുവാൻ, നമുക്ക് വേണ്ടതായ അനുഗ്രഹങ്ങൾ തലമുറകൾ മേൽ പകരപ്പെടുവാൻ, ആലയിലെ വിവിധ വിഷയങ്ങൾ നമ്മൾ ഭാരപ്പെടുമ്പോൾ, രോഗത്തിൻ്റെ പ്രയാസങ്ങളെയും കഷ്ടങ്ങളെയും മധ്യ നമ്മളായിത്തീരുമ്പോൾ ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് അതിശ്രദ്ധയോട് പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽ സമയം നമ്മുടെ ജീവിതത്തിൽ ഒന്നിടയാകട്ടെ. ദൈവമക്കളെ സ്തോത്രം. ഇവിടെ വായിക്കുന്നത് അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവൻ്റെതായ വിയർപ്പ് തുള്ളികൾ പ്രൈസ് ദി ലോർഡ് വലിയ ചോരത്തുള്ളി പോലെ നിലത്ത് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നത് സ്തോത്രം, തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു അറ്റാക്ക് വന്ന് സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമോ എന്ന് ചിന്തിക്കത്തക്കമുള്ളതായ അവസ്ഥകൾ നമുക്ക് അവിടെ കാണുവാണ്ടയായി തീർന്നു. സ്തോത്രം. ജീവിതത്തിലെ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ നമുക്കറിയാം, ഒരറ്റാക്ക് വരുമ്പോൾ ചിലപ്പോൾ ഹല്ലേലൂയ സ്വയം മുമ്പായി ശരീരമെല്ലാം വിശർക്കപ്പെടുവാനായിട്ടിടയായി തീരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ അവൻ പ്രാർത്ഥിച്ചതിന് മറുപടി ലഭിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ഉദ്ദേശിച്ച രീതിയിലുള്ള മറുപടി അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ അതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ വായിച്ചല്ലോ, സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൂതൻ ഇറങ്ങി വന്നു അവനെ ശക്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലത്തിന്റെ പ്രശ്നങ്ങളെ നീ നേരിടുമ്പോൾ, പ്രയാസങ്ങളെ നേരിടുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, രോഗങ്ങളുടെ മധ്യം നീ അതിനെ നേരിടുമ്പോൾ, നിന്റെ മക്കളുടെ വിഷയങ്ങൾ മേലെ നീ ഭാരപ്പെടുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം ആ വിഷയങ്ങൾ മേലെ നിനക്ക് ഫേസ് ചെയ്യുവാ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ എന്ത് ചെയ്യണം ദൈവമക്കളെ? ഒന്നാമത് നമ്മുടെ ജീവിതത്തിലെ രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ സമൂഹത്തിൽ വന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഹല്ലേലൂയ ക്രൂശുമരണം വരിക്കുക, കർത്താവിനെ ശക്തീകരിച്ചോ, ദൈവം അവനെ ഏറ്റവും ഉയർത്തുവാനായിട്ടിടയായി തീർന്നു. എന്ന് പറക്കാലോ നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തമായി കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ശക്തമായി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അഭിജാചന കഴിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. സമയം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? ഞാൻ എൻ്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് പകൽ സമയം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, രഹസ്യ പ്രാർത്ഥനയിലേക്ക് ഒന്ന് കടന്നു വരുവാണ്ടയായി തീരട്ടെ. ശക്തമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാണ്ടയായി തീരട്ടെ. ദൈവഹിതത്തിനായി ഒന്ന് പ്രാർത്ഥിക്കുവാണ്ടയായി തീരട്ടെ. അത് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവഹിതത്തിനായി പ്രാർത്ഥിച്ച ദൈവ വിടുതലെടുക്കുവാൻ, ബന്ധനമഴിഞ്ഞവരായി, കെട്ടുകളഴിഞ്ഞവരായി, രോഗം മാറിയവരായി ചില വിടുതലുകൾ സഭയിൽ നടക്കപ്പെടുക. ഇന്ന് പകൽ സമയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥനയുടെ അവസ്ഥയിലേക്ക് ഒന്ന് മടങ്ങി വരുക. ഇന്ന് പകൽ സമയം ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം തന്ന ദൈവദാസന് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിലവയ്ക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥന അപേക്ഷയും ദിവസിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.